പ്രിയ സുഹൃത്തുക്കളെ, അത്യന്തം ദുഃഖത്തോടെയാണ് ഈ ലൈവ്. കഴിഞ്ഞ ആഴ്ച വയനാട് സന്ദർശിച്ചിരുന്നു. ഞാൻ വീഡിയോ ഇട്ടത് നിങ്ങൾ കണ്ടിരിക്കും. വയനാടിൻ്റെ സൗന്ദര്യം വർണ്ണിച്ചുകൊണ്ട് വീഡിയോ. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, വയനാട് ഉരുൾപൊട്ടൽ ഒരു ദുരന്ത ഭൂമിയായിരിക്കുകയാണ്. നമുക്ക് തടഞ്ഞു വെക്കാൻ കഴിയാത്ത അലംഘനീയമായ വിധി. ആദ്യമായി ഈ ലോകവാസം വെടിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. എന്താണ് പറയേണ്ടത് എന്നറിയില്ല. ഒരു ഗ്രാമം മുഴുവൻ ഇല്ലാതായിരിക്കുന്നു. നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ, അല്ലെങ്കിൽ വാർത്ത കേട്ട ഉടനെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ ഭീകരമാണ് ഈ ദുരന്തം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ദുരന്ത നിവാരണത്തിന് വേണ്ടി പരിശീലനം ലഭിച്ചവർ ഓരോരുത്തരായി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സംഘടനകളായി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് ആരും ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ വേണ്ടി അവിടേക്ക് പോകരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മളാൽ കഴിയുന്നത് അതൊരു രൂപയാണെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി ചെലവഴിക്കണം, അവർക്ക് വേണ്ടി നൽകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ കളക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ദുരന്ത നിവാരണ സമിതിയിലൊക്കെ അംഗമാണ്. എന്നാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നെനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോൾ പല കമൻറ്റുകളും പല വീഡിയോകളും കാണാനിടയായി. ചിലർ ദുരന്ത കാരണങ്ങളെക്കുറിച്ച് പറയുന്നു, ചിലർ ഗവൺമെൻറ്റിനെ പഴിചാരുന്നു, ചിലർ കേന്ദ്ര ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്നു, ചിലർ എതിർക്കുന്നു. കാര്യം എന്തൊക്കെയാണെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. ഒരു കാര്യം ഉറപ്പാണ്, മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ പ്രകൃതി ലോല പ്രദേശത്ത് ആരൊക്കെ എന്തൊക്കെ നിർമ്മിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ക്വാറികൾ നിർമ്മിച്ചവർ, അതിന് കമ്മീഷൻ പറ്റിയവർ. വയനാട് കളക്ടർ ഞാൻ കേട്ടത് ക്വാറികൾക്ക് അനുമതി നൽകാതിരുന്നപ്പോൾ അവരെ സ്ഥലം മാറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ക്വാറികൾ നിർമ്മിച്ചവരൊക്കെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സ്വന്തം നെഞ്ചത്ത് കൈവച്ച് അവരോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്, അവർ മനുഷ്യരാണെങ്കിൽ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഏതായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി മുമ്പോട്ടെങ്കിലും, നേരത്തെ കവളപ്പാറ മുതലായ സ്ഥലങ്ങളിലൊക്കെ ദുരന്തമുണ്ടായപ്പോൾ നമ്മൾ പാഠം പഠിക്കേണ്ടതായിരുന്നു. അതിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. ഇനി മുമ്പോട്ടെങ്കിലും പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ, മലയും കുന്നും തുരന്നെടുത്ത് വിൽപ്പന ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. അതുമാത്രമേ പറയാനുള്ളൂ. നഷ്ടപ്പെട്ടവർക്ക് എല്ലാം പോയി, നമുക്കൊന്നും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയില്ല. പിന്നെ അതിൻ്റെ അടുത്തൊരു കാര്യമോ, ഇന്നലെ ഒരു നിരീശ്വരവാദിയുടെ പോസ്റ്റ് കണ്ടു. ദൈവം എന്തുകൊണ്ടാണ് ഇവരെ രക്ഷിക്കാത്തത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, എന്നാൽ എന്താണ് ശാസ്ത്രം ഇവരെ രക്ഷപ്പെടുത്താതിരുന്നത്? ശാസ്ത്രം എന്തുകൊണ്ട് കണ്ടെത്തിയില്ല? ശാസ്ത്രം എന്തുകൊണ്ട് തടഞ്ഞില്ല? ഇത്രയൊക്കെ സംവിധാനം ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഒന്ന് പരാജയപ്പെടുമ്പോൾ ഒന്ന് രക്ഷപ്പെടുത്തല്ലേ വേണ്ടി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഭൂരിപക്ഷ ആളും ദൈവവിശ്വാസികൾ തന്നെയാണ്. ഒന്നോ രണ്ടോ ആൾക്കാർ നിരീശ്വരവാദമായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ അടുത്ത്. അവരോടൊന്നും തർക്കിക്കാൻ, അല്ലെങ്കിൽ അവർക്കൊന്നും മറുപടി കൊടുക്കാൻ അറിയാനിട്ടല്ല, അതിൻ്റെ വേദിയല്ല ഇത്. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിക്കുക, ദുരന്തങ്ങൾ വരാതിരിക്കാൻ. ആ നാട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഇത്തരം പ്രയാസങ്ങൾ ഇനി കേരളത്തിൽ വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.